അപ്പോൾ ഹലോ ഗൈസ്, സോ ഇന്ന് ഞങ്ങൾ ഒരു ട്രിപ്പിന് പോവുകയാണ്. സോ അതിൻ്റെ ഒരു വീഡിയോ ആയിരിക്കും ഇന്ന് എടുക്കുന്നത്. ഞങ്ങൾ കുറച്ച് ദിവസമായി പ്ലാൻ ചെയ്തിട്ട്, ഇപ്പം പിള്ളേരുടെ സമ്മർ വെക്കേഷൻ നടക്കുവാണ്. ബട്ട് ഞങ്ങൾക്ക് ഈ വർഷം എങ്ങും പോകാൻ പറ്റിയില്ല, കാരണം ഇന്ത്യയിൽ പോയിട്ട് വന്നേ ഉള്ളൂ. സോ ഞങ്ങൾ വേറെ എങ്ങും ട്രിപ്പ് പ്ലാൻ ചെയ്തില്ല. സോ വി പ്ലാൻ ദ ട്രിപ്പ് ടു മോൺട്രിയാൽ, ഐ മീൻ ക്യൂബെക് സിറ്റി. അപ്ലൂസിൻ്റെ ഫേവറേറ്റ് ആണ് ക്യൂബെക് ആണ്. സോ ഈ പ്രാവശ്യത്തെ വെക്കേഷൻ ധ്രുവയ്ക്ക് വേണ്ടി സ്പെഷ്യൽ ക്യൂബെക്കിലേക്ക് പോവുകയാണ് ഞങ്ങൾ. ആൻഡ് ഞങ്ങളുടെ കൂടെ മോമോച്ചനും ഉണ്ട്. മോമോച്ചൻ റെഡിയാണ്. സോ ഞങ്ങളങ്ങനെ ഇന്നത്തെ വീഡിയോ ഞാനങ്ങനെ ഈ ട്രിപ്പിൻ്റെ വീഡിയോ ആയിരിക്കും. സോ വെൽക്കം ടു മൈ ചാനൽ. ബൈ, സീ യു ഓൺ ദ വേ. ചേട്ടാ ഡ്രൈവ് ചെയ്യാൻ റെഡിയാണോ? ആണോ? ധ്രുവ എക്സൈറ്റഡ് to go to a French speaking province? Momo, are you excited? Momo, are you excited? Yeah? Let's go. അങ്ങനെ ഗൈസ് ഞങ്ങളുടെ യാത്ര തുടങ്ങി. ഇറ്റ്സ് ഓൾമോസ്റ്റ് അബൌട്ട് 10 hours ജേർണി. ഞങ്ങൾ ഫുൾ പ്രിപ്പയർഡ് ആണ്. ധ്രുവ is ready with all her activities to do on the board. Momo almost ഉറക്കത്തിലാണ്. ഞങ്ങൾ വെളുപ്പിനെ തന്നെ അവനെ വിളിച്ച് ബുക്ക് ചെയ്തു, so that he can sleep while he on car. We hope he will be okay. നല്ല മഴ പെയ്യാൻ ഉള്ള ചാൻസ് ഉണ്ട്. ഞങ്ങൾ ബുക്ക് ചെയ്തത് ട്യൂറോ എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിന്നാണ്. ഞങ്ങളൊരു ഡോഡ്ജാണ് ബുക്ക് ചെയ്തത്. ഞങ്ങൾ ഫസ്റ്റ് ടൈം US പോയപ്പോഴും ഞങ്ങൾ ഈ കാർ തന്നെയായിരുന്നു, ഈ ഓണറിൻ്റെ അടുത്തുനിന്ന് തന്നെയാണ് കാർ ബുക്ക് ചെയ്തത്. ആൻഡ് നല്ല കംഫർട്ടായിരുന്നു ഓടിക്കാൻ വണ്ടി ചേട്ടന്. ആൻഡ് ഞങ്ങൾക്ക് സീറ്റിംഗ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഡോഡ്ജ് വലിയ SUV മിനി വാനാണ്. സോ നല്ല സ്മൂത്ത് റൈഡായിരുന്നു. സോ ഞങ്ങൾ ഈ പ്രാവശ്യം അയാളുടെ അടുത്ത് നിന്ന് തന്നെയാണ് കാർ ബുക്ക് ചെയ്തത്. അയാൾക്ക് ഈ പ്രാവശ്യം ലിമിറ്റ് ഉണ്ടായിരുന്നു കിലോമീറ്റേഴ്സിൻ്റെ, പക്ഷേ ഞങ്ങൾ ചോദിച്ചപ്പോഴത്തേക്ക് അയാൾ ഞങ്ങൾക്ക് അൺലിമിറ്റഡ് ആക്കി തന്നു. ബിക്കോസ് വി ആർ ഹിസ് റെഗുലർ കസ്റ്റമർ. ആൻഡ് അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് അഫോർഡബിളായിട്ട് കിട്ടി. പിന്നെ പോകുന്നതും വരുന്നതിനും ഓൾമോസ്റ്റ് 1800 കിലോമീറ്റേഴ്സ് എന്തോ ആകും. പിന്നെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് കുറച്ച് കിലോമീറ്റേഴ്സ് എക്സ്ട്രാ വരുമെന്നേ ഉള്ളൂ. സോ ട്യൂറോ നല്ല അഫോർഡബിൾ ആണ്. റെൻ്റ് കാറിനെക്കാട്ടിലും ഞങ്ങൾക്ക് ചീപ്പായിട്ട് തോന്നിയ ഇത് തന്നെയാണ്. പിന്നെ ഇപ്പം ഇനിയും ടൊറൻറ്റോയിൽ നിന്ന് ഞങ്ങൾ തുടങ്ങിയ ടൈം സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് എക്സാക്ട് 12 o'clock ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ആൻഡ് വിൽ സീ ഹൗ ലോങ് ഇറ്റ് വിൽ ടേക്ക്, ഹൗ മച്ച് ടൈം ഇറ്റ് വിൽ ടേക്ക്. റൈറ്റ് മമ്മ ബൈ പറഞ്ഞേ. ബൈ. 430 കിലോമീറ്റർ അങ്ങനെ സ്ട്രേറ്റ് പോവല്ലേ? ഉറക്കം വരും. ഓട്ടോ പൈലറ്റ് ഇടാം. പിന്നെ മോമോച്ചൻ ഉറങ്ങി. മോമോച്ചൻ്റെ തല ഇങ്ങനെ മുമ്പോട്ട് വരുന്നതുകൊണ്ട് ഞങ്ങളൊരു ബ്ലാങ്കറ്റ് റോൾ ചെയ്ത് വെച്ചിരിക്കുക. ഈ ഹൈവേ കൂടെ ഓടിക്കുമ്പം എനിക്കുള്ള ഏറ്റവും വലിയ ഫിയർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ കൂടെ ഒക്കെ പോകുന്ന ഈ ട്രക്കുകൾ നമ്മൾ നടുക്ക് പെട്ടുപോകും. ട്രക്കുകൾ സൈഡിൽ നിന്നൊക്കെ വരുന്നതാണ് എനിക്ക് പേടി. ചേട്ടൻ അങ്ങനെ വല്ലതും ഫിയർ ഫാക്ടർ ഉണ്ടോ ഹൈവേ കൂടെ ഓടിക്കുമ്പോൾ? കൂളായിട്ട് ഓടിക്കാൻ ഇങ്ങനെ രണ്ടും ഈ അങ്ങോട്ട് ക്യൂബെക്കിലെ അങ്ങോട്ടത്തെ വഴിയിൽ പോവുകയാണെങ്കിൽ മൊത്തം ട്രക്കായിരിക്കും, ഫുള്ള് ട്രക്ക്. രണ്ട് സൈഡിൽ നിന്നും ട്രക്കും നടുക്ക് നമ്മളാണെങ്കിൽ ഓടിക്കുന്നെങ്കിൽ ഞാൻ ഓടിക്കുന്നില്ല, എന്നിട്ടും എനിക്കൊരു പേടിയാണ്. ഐ ഡോണ്ട് നോ ഇഫ് എവരിവൺ ഹാസ് ദാറ്റ് കൈൻഡ് ഓഫ് ഫിയർ. അങ്ങനെ ചെറുതായിട്ട് മഴയൊക്കെ പെയ്യാൻ തുടങ്ങി. നിങ്ങൾക്ക് കാണാം ഇങ്ങനെ റോഡിൻ്റെ നേരെ സ്ട്രെയിറ്റ് ഓടിച്ചു പോകുമ്പോൾ സൈഡിലൊരു വൈറ്റ് വരയുടെ സൈഡിലൊരു റഫായിട്ടുള്ള ഏരിയ ഉണ്ട്. വണ്ടി അതിൻ്റെ പുറത്ത് കയറിയാൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ വേക്കപ്പ് ചെയ്യാനാണെന്നാണ് ഞങ്ങളുടെ ബിലീഫ്. അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് സ്റ്റോപ്പ് എടുക്കുവാണ്. ഓൺ റൂട്ട് എന്ന് പറഞ്ഞ
ഒണ്ടാരിയോ റൂട്ട് എന്ന് പറഞ്ഞ ഒരു സ്റ്റോപ്പേജ് ഏരിയയാണ്. ഇങ്ങനെ ലോങ് ഡിസ്റ്റൻസ് പോകുന്ന ആൾക്കാർക്ക് വണ്ടി ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ബ്രേക്ക് എടുക്കാൻ പറ്റും. ഇവിടെ ഇങ്ങനെ ട്രക്കിന് വേണ്ടി ഉള്ള സ്ഥലവുമുണ്ട്, പാർക്ക് ചെയ്ത് കിടക്കാൻ വേണ്ടി ട്രക്ക് ഡ്രൈവേഴ്സിന് വേണ്ടി. ഗ്യാസ് സ്റ്റേഷനും ഉണ്ട്, പെട്രോൾ നിറയ്ക്കണം. അങ്ങനെ സോ ഈ കാണുന്ന സംഭവമാണ് ഓൺ റൂട്ട്. ഞങ്ങളിപ്പോൾ ട്രെൻറ്റൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തിയേക്കുന്നത്. അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്ത് മൊമ്മച്ചിന് കുറച്ച് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ഞങ്ങളൊന്ന് ഇരിക്കാം. മൊമ്മച്ചിൻ്റെ കയ്യിൽ യൂർലൻസ് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അത്യാവശ്യം വന്നാൽ യൂസ് ചെയ്യാന്ന് പറഞ്ഞത് നമ്മൾ വെക്കുന്നതാണ്. മൊമ്മച്ചിന് ഇവിടെ വിശക്കുന്നുണ്ട്. മൊമ്മച്ചിന് വിശക്കുന്നതുകൊണ്ട് ഞങ്ങളിപ്പം ഓൺ റൂട്ടിൽ ഇറങ്ങി അവന് കുറച്ച് ഫീഡിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും ജേണി തുടങ്ങും. അങ്ങനെ ഇവിടെ ടിം ഹോട്ടൻസ്, സബ്വേ ആൻഡ് ഡബ്ല്യു എല്ലാം ഉണ്ട്. സോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ടിം ഹോട്ടൻസും മേടിച്ച് ചായയും കുടിച്ച് മോമോച്ചിനെ ഒന്ന് തൃപ്തിപ്പെടുത്തിയിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. സോ ഇതാണ് വ്യൂ ഓൺ റൂട്ട്. ഇനി ഇവൻ തിരിച്ച് കാർ സീറ്റിലിരിക്കുന്നുള്ള ഒരു പേടിയുണ്ട് ഞങ്ങൾക്ക്. വണ്ടി 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 വണ്ടി. സോ ഇതാണ് ഡോഡ്ജ് 2019 മോഡലാണ്. ഇതാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത വണ്ടി. അങ്ങനെ കുറച്ച് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കാണാം അപ്പുറത്തും ഇപ്പുറത്തും സൈഡിലൊക്കെ ഫീൽഡ്സ് ആണ്, ഓപ്പൺ ഫീൽഡ്സ് ആണ്. അപ്പോൾ കാണാനൊന്നുമില്ല, പിള്ളേരൊക്കെ ബോറടിക്കും. അങ്ങനെ ഞാനും ധ്രുവയും ഇടയ്ക്ക് റീൽസൊക്കെ എടുത്തു. സോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ മെക്ഡിയിലൊരു സ്റ്റോപ്പ് ഓവർ ചെയ്തു. മെക്ഡിയിൽ ഇറങ്ങി മോമോച്ചന് ഫ്രൈസ് എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ മെക്ഡിയിൽ കയറി ഫ്രൈസ് മേടിച്ചു. ആൻഡ് ധ്രുവാക്കിയെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഫസ്റ്റ് ടൈം ഫ്രഞ്ചിൽ റിയൽ ഫ്രാങ്കോഫോൺ പീപ്പിളിനോട് സംസാരിക്കാൻ വേണ്ടി. ആൻഡ് ഹൗ വാസ് ഇറ്റ്? They were calling the numbers in French and we didn't know what they were speaking, so she was the one who was able to understand and she did get the order for us. അപ്പം ഞങ്ങളങ്ങനെ ഫ്രൈസ് കഴിക്കാൻ പോവാം. ഞങ്ങൾ ക്യൂബെക്കിൻ്റെ ഏരിയയിൽ തന്നെയാണിപ്പം. എന്താ ഏത് സ്ഥലമാണെന്ന് ഞാൻ മറന്നുപോയി, പേര് പറയാനറിയില്ല. സോ യാ, ഞങ്ങളിപ്പം ക്യൂബെക്ക് എൻ്ററായി. ഇവിടെ മോമോച്ചന് കുറച്ച് നേരം ഒന്ന് വാക്ക് ചെയ്യിപ്പിക്കുക, കാരണം അവൻ നന്നായി ടയേർഡായിട്ടുണ്ട്. സോ പിള്ളേരാകുമ്പം പെട്ടെന്ന് ടയേർഡാവും കാർ സീറ്റിനകത്ത് കണ്ടിന്യൂസ് ഇരിക്കുന്നത്. 2 hours മാക്സിമം 2 hours ആണ് ഇരുത്താവുള്ളൂ. സോ ഞങ്ങളങ്ങനെ ഇപ്പം ഒരു 1 hour 45 minutes അവൻ ഇരുന്നു. പക്ഷേ കരയാൻ തുടങ്ങിയോണ്ട് ഞങ്ങൾ പിന്നെ അവനെ ഇറക്കി.
ഫ്രഞ്ചിൽ എഴുതിയേക്കുന്ന ബോർഡുകൾ ഇങ്ങനെ വായിച്ച് രസിക്കുമായിരുന്നു. ഇനി ഞങ്ങൾ എത്ര മണിക്ക് എത്താൻ പോകുന്നതെന്ന് നമുക്ക് തന്നെ അറിയില്ല. എത്ര മിനിറ്റ് ഉണ്ട്? 20 മിനിറ്റ് കൂടെ ഉണ്ട്. ക്യൂബെക് സിറ്റി അങ്ങനെ തെളിഞ്ഞ് കിട്ടുന്നു. അവൻ തുടങ്ങി അവരുടെ പരിപാടി. ഹലോ ഗൈസ്, സോ അങ്ങനെ ഞങ്ങൾ ഇന്ന് ക്യൂബെക്കിലെത്തി. ഞങ്ങൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. ഞങ്ങളുടെ ഹോട്ടൽ ക്വാളിറ്റി ഇന്നാണ്. ഇവരുടെ നല്ല റിവ്യൂ ഉള്ള ഒരു ഹോട്ടലാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ആൻഡ് റൂമും നല്ല അടിപൊളി.
ആക്ച്വലി വ്യൂഡ് ഇറ്റ്. ഞാൻ ആ സമയത്ത് ടിം ഹോട്ടൻസിലൊക്കെ പോയി ചായ മേടിക്കാമെന്നൊക്കെ വിചാരിച്ചു. ദീസ് തിങ്സ് ഹാപ്പൻ ഹിയർ എവറി സമ്മർ ആൻഡ് എവറി അതർ പ്ലേസസ്. ടൂറിസ്റ്റുകളെയൊക്കെ അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു കളിയാണ്. ബട്ട് യാ, ഇറ്റ് വാസ് ഗുഡ്. ഹി വാസ് ഡൂയിങ് ഹിസ് ബെസ്റ്റ്. ഹലോ ഗൈസ്, സോ ഞങ്ങൾ അങ്ങനെ ക്യൂബെക്കിലെ മെയിൻ സിറ്റി ക്യൂബെക് സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. സോ ഞങ്ങൾ ഇവിടെ മൊത്തം കറങ്ങി. കുറച്ച് നേരം എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല, ബിക്കോസ് മോമോ എല്ലായിടത്തും ചാടി നടക്കുക. ഇപ്പോഴും ചേട്ടൻ കാണിച്ച ചേട്ടനെ ഞാൻ ഇപ്പോഴും ചേട്ടനായിട്ട് മുകളിൽ നടക്കുക. അപ്പം ഇങ്ങനെ നടക്കുക. അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനുള്ള സമയമില്ല. പിന്നെ ഇവിടെ ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്. ഞങ്ങളിപ്പം ഇരിക്കുന്നത് ഷാഡോ ഫ്രോണ്ടനെക്, ഇവിടുത്തെ എന്തോ ഹോട്ടലാണ്. ഇവിടുത്തെ പെർ നൈറ്റ് എന്തോ $1,000 വിത്തൗട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്തോ ആണ് ഇതിൻ്റെ ചാർജ്. സോ ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ കയറാം. സോ ഞങ്ങൾ പിന്നെ പോകും കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇരുന്ന് ടയർഡായി. കയറ്റമാണ്, മല പോലത്തെ നമ്മൾ കയറുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ്. ഫുള്ള് ഇങ്ങനെ കയറിയാണ് നമ്മൾ പ്രാമൊക്കെ തള്ളുമ്പോൾ ഭയങ്കര പാടാണ്. അപ്പം സാധനങ്ങളൊക്കെ അതിനകത്ത് ഇരുന്നിട്ട്. അപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ ഇരുന്ന് ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്യുന്നത് എൻ്റെ സീനറിയൊക്കെ ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് സീനറീസ് കാണുന്നത്. അവിടെ എന്തോ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയോ അവിടെ സർക്കസ് പോലെ. ഇവിടുന്ന് നമ്മുടെ ഹോട്ടലിലേക്ക് ഒരു 15 മിനിറ്റ്സ് ട്രാവലുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരു 15 മിനിറ്റ് എടുത്തു. പിന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ട് വന്നു. നമുക്ക് സ്ഥലങ്ങൾ
പാർക്കിങ്ങിൻ്റെ ഏരിയ എന്തൊക്കെയാണ് എങ്ങനത്തെ സിസ്റ്റമാണെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു. നമ്മളൊത്തിരി കുഞ്ഞു കുഞ്ഞു വഴികളുണ്ട്, അവിടെയൊക്കെയാണ് കയറുന്നത്. ഒരു പബ്ലിക് പാർക്കിംഗ് ഉണ്ട് അവിടെ. നമ്മൾ അതിൻ്റെ ഞാൻ ഫോട്ടോ ഇടാം. ആ സംഭവത്തിലാണ് ഇവിടെ ഓൺലൈനിലാണെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം അതിൻ്റെ ആപ്പ്, എന്നിട്ട് നമുക്ക് പേ ചെയ്യാം പൈസ ഓൺലൈനിൽ തന്നെ. സോ ഫ്രഞ്ച് കുറച്ച് നാവിഗേറ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുള്ളതേ ഉള്ളൂ, മനസ്സിലാക്കിയെടുക്കാൻ ഭയങ്കര. അല്ലാതെ പിന്നെ കുഴപ്പമൊന്നുമില്ല. ലൈക്ക് സ്മോൾ യൂറോപ്യൻ പ്രൊവിൻസ്, സോ കൈൻഡ് ഓഫ് എ യൂറോപ്യൻ പ്രൊവിൻസ് എന്ന് പറയാം. പിന്നെ ഞങ്ങൾ കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഹോട്ടലിനകത്തേക്ക് കയറിയായിരുന്നു. ഞങ്ങൾ ഷാറ്റോ ഫ്രണ്ടിനേക്കിൻ്റെ മുമ്പിൽ നിന്ന് നമ്മൾ നടന്ന് പ്ലെയിൻസ് ഓഫ് ആബ്രഹാം കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇനി പോകുന്നത്. പ്ലെയിൻസ് ഓഫ് ആബ്രഹാം ഇവിടുന്ന് കുറച്ച് ഒന്ന് നടക്കണം. ഇങ്ങനെ കയറ്റമാണ്, ഈ കാണുന്നത് കയറ്റമാണ്. സോ ഇങ്ങനെ ഉന്തിക്കൊണ്ട് പോകണം. ചേട്ടനാണ് അവിടെ നിന്ന് ഉന്തുന്നത്. ഞാൻ ക്ഷീണിച്ചു ഇത്ര നേരം ഉന്തിയിട്ട്. ആ വ്യൂ കണ്ടോ നിങ്ങൾ? ഇറ്റ്സ് എ മസ്റ്റ് വാച്ച്. നല്ല രസമാണ് അത് കാണാൻ. ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പക്ഷെ കഴിക്കാനൊക്കെ നമുക്ക് ഒരു സുഖം തോന്നിയില്ല. ബട്ട് ഇറ്റ് വാസ് വർത്ത് വിസിറ്റിംഗ് ദിസ് പ്ലേസ്. നല്ലതാണ്. ഇനി ഞങ്ങൾ പ്ലെയിൻസ് ഓഫ് എബ്രഹാമിലോട്ട് പോകാൻ പോവുകയാണ്. സോ കുറച്ച് നടക്കാനുണ്ട്. ഞങ്ങൾ നടന്നിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ എന്തായാലും. ബാപ്പിടൂ. ദൂരെ കാണുമ്പോൾ നല്ല കുറച്ച് നല്ല സീയും. അതെ, മൗണ്ടൻ ഫുൾ മൗണ്ടനാ. ഈ സ്കൈ കാണാൻ എന്ത് രസമാണ്. അതും ഈ ഫ്രഞ്ച് ആർക്കിടെക്ചറും നല്ല രസമുണ്ട് കാണാനൊക്കെ. ഞങ്ങൾ വിചാരിച്ചു ഭയങ്കര തണുപ്പായിരിക്കുമെന്ന്. കാരണം വെളുപ്പിനെ ഇന്നലെ രാത്രി ഞങ്ങൾ എത്തിയ സമയത്ത് ടെമ്പറേച്ചർ വാസ് ഓൾമോസ്റ്റ് 12-11 degrees. സോ വി തോട്ട് ഇറ്റ് വുഡ് ബി കോൾഡ്. ബട്ട് ദെൻ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ നമുക്ക് ഹോട്ടലിനകത്ത് ഒരു AC ഓണാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇപ്പം വെളിയിൽ നല്ല ടെമ്പറേച്ചർ ആയിരിക്കുമെന്ന്. ഇന്നലെയൊക്കെ ഞങ്ങൾ ടെമ്പറേച്ചർ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇവിടെ ഭയങ്കര തണുപ്പായിരിക്കും. ഞങ്ങൾ ജാക്കറ്റൊക്കെ എടുത്തുകൊണ്ടാണ് എന്നാലും വന്നത്. ഇപ്പം നന്നായിട്ട് വേർക്കുന്നുണ്ട് നടക്കുന്നുണ്ടൊക്കെ. സോ ഗൈസ്, ഞങ്ങൾ അങ്ങനെ പ്ലെയിൻസ് ഓഫ് എബ്രഹാം പോകുന്നത് ക്യാൻസൽ ചെയ്തു. ബിക്കോസ് ഭയങ്കര കയറ്റമാണ്. ആൻഡ് ഇറ്റ് വാസ് അബൌട്ട് 23 minutes. സോ ഞങ്ങൾ ഈ ബ്യൂട്ടിഫുൾ ടൗൺ എക്സ്പ്ലോർ ചെയ്യുകയാണ്. കാണാൻ നല്ല രസമുണ്ട്.
ഇങ്ങനെ നടന്നു വരുമ്പോഴാണ് ഈ ഒരു മ്യൂറൽ കാണുന്നത്. ഭയങ്കര ഫേമസ് മ്യൂറൽ പെയിൻറ്റിംഗ് ആണിത്. എനിക്കറിയാവുന്ന ആൾക്കാർ ഇവരെ അറിയാം, അവരെ മാത്രം. നല്ല പ്രീതിയാണ്. കുറച്ച് ഏരിയേ ഉള്ളൂ അംബ്രല്ല ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചേക്കുന്നത്. ബട്ട് ഇറ്റ് ലുക്ക് സോ ബ്യൂട്ടിഫുൾ. ഒത്തിരി ആൾക്കാർ ഇവിടെ ഇങ്ങനെ ഈ വീടൊക്കെ കാണാൻ നല്ല രസമാണ്. ഇവിടെയൊക്കെ റെസ്റ്റോറൻറ്റ്സിലൊക്കെ നല്ല രസമാണ്. നല്ല ആംബിയൻസ് ആണ് ഇവിടെ. കുറച്ച് ഏരിയേ ഉള്ളൂ ബട്ട് ഇറ്റ്സ് ലുക്സ് സോ പ്രിറ്റി. ഇവിടെ ഇത്രയും നേരം പറ്റിയൊരു സ്ഥലമായിരുന്നു. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. അപ്പം കുഞ്ഞിനവിടെ കളിക്കാൻ പറ്റി. കുറച്ച് നേരം അവനും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി നടന്നു. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് വന്നു. വി വർ സോ ടയേർഡ് ആൻഡ് വി തോട്ട് ടു ഹാവ് എ റിലാക്സിങ് ഈവനിങ്. സോ അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഹോട്ടലിൽ വന്നിട്ട് സ്വിമ്മിംഗ് പൂളിലൊക്കെ പോയി. അങ്ങനെ ഗൈസ് ഹോട്ടലിലെ പൂളിൽ എല്ലാവരും ഇറങ്ങി. എനിക്ക് പേടിയാണ് വെള്ളം, എനിക്ക് നീന്താൻ അറിയില്ല. സോ ഞാനിവിടെ ഇരിപ്പുണ്ട്. നമ്മൾ വെള്ളത്തിനകത്ത് ഇറങ്ങാൻ
ഉള്ള ഒരു ധൈര്യം ഇല്ലാത്ത ആളാണ്. സോ അങ്ങനെ ദുബൈക്ക് സ്വിമ്മിങ് പഠിച്ചുകൊണ്ടിരിക്കുക. സോ ഐ ഹോപ്പ് ഷീ ലേൺ സം മോർ. മോമോച്ചൻ ഇവിടെ ഹീസ് ട്രൈങ് ഹിസ് ബെസ്റ്റ്. പക്ഷെ മൂക്കിലൊക്കെ വെള്ളം കയറുന്നത് പേടിയാണ്. ചേട്ടൻ കൈ പിടിച്ചുകൊണ്ടായിരിക്കുന്നത്. അങ്ങനെ വൈകുന്നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഈവനിങ് വാക്കിന് വേണ്ടി ഇറങ്ങി. നടന്നു പോയപ്പോഴാണ് ടിം ഹോട്ടൻസ് കണ്ടാൽ പിന്നെ നമ്മൾ അവിടെ കയറാതിരിക്കത്തില്ല. സോ അങ്ങനെ ഞങ്ങൾ ടിം ഹോട്ടൻസിൽ പോയി അവിടുത്തെ പിസ്സയാണ് ഞങ്ങൾ മേടിച്ചത്. ആസ് ഐ മെൻഷൻഡ് ഏർലിയർ, ക്യൂബെക്കിൽ ഞങ്ങൾ താമസിച്ച ഏരിയയിൽ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് എല്ലാം 10 മണിയാകുമ്പോഴത്തേക്ക് അടയ്ക്കും. സോ വി were not able to buy anything, and also I've sought some reviews on Google. It was not that best to buy the food from there, so I was not willing to buy any Indian food from those stores. So നമുക്കറിയാവുന്ന കടയിൽ നിന്ന് തന്നെയാണ് നമ്മൾ മേടിച്ചത്. അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് ഡേ ഹോട്ടലൊക്കെ ചെക്ക് ഔട്ട് ചെയ്തിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ഇന്നത്തെ ദിവസം ഡയറക്റ്റ് ഒരു ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ ടൊറൻറ്റോയിലേക്ക് തിരിച്ചു പോകാമെന്നൊക്കെയാണ് പെട്ടെന്ന് പോകും, അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒന്ന് ഇറങ്ങി രീതിയിൽ നമ്മൾ പോകണമെന്ന് വിചാരിച്ചു. സോ അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴി വിചാരിച്ചു പ്ലെയിൻസ് ഓഫ് എബ്രഹാം ഒന്ന് ടച്ച് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. പ്ലെയിൻസ് ഓഫ് എബ്രഹാം നടക്കണം. സോ അതുകൊണ്ട് ഞങ്ങൾ വളരെ hopeful ഒന്നും അല്ലായിരുന്നു, but we tried our best to just have a walk around it. I heard that old എന്താ പറഞ്ഞാൽ നമ്മുടെ വാറിൻ്റെ സമയത്തൊക്കെ വെക്കുന്ന പോലത്തെ എന്തോ ഗണ്ണോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് അതൊന്നും കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ കുറേ നടന്നു. ഞങ്ങൾ പാർക്ക് കുഞ്ഞാണെങ്കിൽ ഉറങ്ങി. കുഞ്ഞിനെ കൊണ്ട് നമുക്ക് കുറേ നടക്കാൻ ഉള്ള ഇതില്ല.
ശേഷിയില്ല. സോ ഞങ്ങൾ അങ്ങനെ ക്യൂബെക് സിറ്റി വിട്ട് ഞങ്ങൾ മോണ്ട്മോറസി ഫോൾസ് വരെ പോയി. പക്ഷെ ഞങ്ങൾക്ക് അത്രയും കയറാനും ഞങ്ങൾക്ക് തോന്നിയില്ല. അങ്ങനെ പ്ലെയിൻസ് ഓഫ് ആബ്രഹാംസ് ആൻഡ് മോണ്ട്മോറസി ഫോൾസ് വെളിയിൽ നിന്ന് തന്നെ കണ്ടിട്ട് ഞങ്ങൾ വന്നു. ബിക്കോസ് ഇറ്റ്സ് ടു ഹൈ. നമ്മൾ ഒത്തിരി ചൂടുമാണ്. നമുക്ക് പിള്ളേരെയും കൊണ്ട് അങ്ങനെ കയറിയിട്ട് ഇറങ്ങാനൊക്കെ ഭയങ്കര പാടായിരിക്കും. സോ അത് കാരണം ഞങ്ങൾ അതും കുറച്ചുകൂടെ സ്കിപ്പ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. വേറെ വല്ല സ്ഥലത്ത് നോക്കാം അങ്ങനെ വിചാരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ഓൺ ദ വേ ഒരു ഫുഡ് സ്റ്റോപ്പിന് വേണ്ടി നിർത്തി. ഇവിടെ ടിം ഹോട്ടൻസ് ഉണ്ട്. ടിം ഹോട്ടൻസിലെത്തി. ചേട്ടൻ എന്നാ മോമോ എന്തോ മോമോച്ചിനെ ഒന്ന് രസിപ്പിക്കാൻ വേണ്ടി ടോർച്ച്, സെൽഫി സ്റ്റിക്ക് എല്ലാം ഉണ്ട്. ഇവിടെ ധ്രുവ ബോർഡായിട്ടിരിക്കുവാണ്. ധ്രുവ, how are you feeling? Good. Are you tired? Are you bored? I'm bored. Dhruva is bored because she doesn't have anything to say. ഇവിടെ സിഗ്നലിന്റെയും എല്ലാത്തിന്റെയും ഭയങ്കര കൺഫ്യൂഷനാണ്. സോ എനിവേസ് ഞങ്ങൾ ഡോണാക്കോണ എന്ന് പറഞ്ഞ ഒരു ഏരിയയിലാണ് വന്നേക്കുന്നത്. ഞങ്ങളുടെ സ്റ്റോപ്പ് ഓവർ അവിടെയായിരുന്നു. നമ്മൾ അവിടുന്ന് യാത്ര പിന്നെയും തുടങ്ങുവാണ്. സോ ഇതാണ് ഡോണാക്കോണ. ചെറിയൊരു ടൗൺ ആണ്. സോ അപ്പം നമ്മളിനി മോൺട്രിയാലിൽ എത്തിയിട്ട് കാണാം.
ഇത് എടുക്കുമോ അകത്ത് വെക്കാൻ പറഞ്ഞ പാവം. ആ മതി, ഇനി നീയും കൂടെ അകത്തോട്ട് അകത്ത് കയറ്. ചാച്ചാൻ പോണ്ടേ? ബാ ചാച്ചാൻ പോണം. അമ്മ കയറട്ടാത്ത്. ആ അമ്മ കയറട്ടാത്ത്. എന്തോ അടഞ്ഞിരിക്കുന്ന 3 ദിവസം അടഞ്ഞിരുന്നതിൻ്റെ മണം. സമയം എത്രയായി? സമയം 1:15 എത്തിയപ്പോഴത്തേക്ക്. അപ്പം മോമോച്ച് എല്ലാവരും ഞങ്ങളെല്ലാവരും ചാച്ചാൻ പോവാനേ. ഗുഡ് നൈറ്റ് മോമോ. ഗുഡ് നൈറ്റ് പറഞ്ഞേ. ഗുഡ് നൈറ്റ് പറഞ്ഞു മോമോ. ഗുഡ് നൈറ്റ്. അപ്പോൾ thanks for watching our video guys. If you liked it, please do subscribe and comment below. Thank you.